ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇലയിക്കിട്ടൊരു വലിയ സദ്യയൊന്നുമല്ല, ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ കാര്യം, നമ്മുടെ ആദ്യമുള്ള ഓൺലൈൻ ക്ലാസ് വഴി ഒരു ഇലയിട്ട് ഇഞ്ചിക്കറി വിളമ്പുന്ന ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോൾ മുതൽ ഇഞ്ചിക്കറി ഉണ്ടാക്കി ഇലയിൽ കഴിക്കണമെന്നൊരു ആഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അത് സദ്യ മോഡലിൽ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാടൻ ഇഞ്ചിയാണ്, ഇതിനെ ചുരണ്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളെന്നിട്ട് ഒരു നൈസിന് അത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് ആദ്യം തന്നെ ഈ ഇഞ്ചി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് കറിയിലേക്കൂടെ ഉപയോഗിക്കാനായിട്ട് വരും. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ കോരിയെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ചെറിയ കയ്പ്പ് രസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇഞ്ചി മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്ത ഇഞ്ചിയെ നമ്മൾ മിക്സിയിൽ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് കുഴമ്പ് രൂപത്തിലാവേണ്ട, ചെറിയ തരിതരിപ്പ് വേണം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ വാർന്നു പോയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കുഴഞ്ഞു പോയത്. അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ പൊടിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിന് ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് പുളിയാണ് ആവശ്യം. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതിനെ നമുക്ക് അലിയിച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളത് ഇഞ്ചിക്കറി വയ്ക്കുന്നതിനായിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു. അതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളിയും ഒരു അര സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ പരുവത്തിന് നമുക്ക് മൂത്ത് കിട്ടണം. വഴണ്ട് വന്നാൽ മാത്രം പോരാ, ഇതുപോലെ മൂത്ത് കിട്ടണം. അപ്പോൾ അങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1.25 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കാം. നമ്മൾ 1/2 കിലോ പച്ച ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം ഈ എണ്ണയിൽ, കണ്ടില്ലേ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നമ്മളെ ലൂസിന് വേണം ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട്. ആദ്യം അതിലേക്ക് നമുക്ക് അതിനാവശ്യമായ ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഈ ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കണം. കണ്ടില്ലേ, ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇടാവൂ. അപ്പോൾ നല്ലതുപോലെ തിളച്ചു, നമ്മുടെ ഇഞ്ചി പൊടിച്ച് വെച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു അല്പം ഉലുവാപ്പൊടിയും ഒരു അല്പം കായപ്പൊടിയും നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി ഇനി ഇത് നമ്മുടെ കറി തിളച്ച് വറ്റി വരണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പൊടിച്ച ശർക്കര 1 സ്പൂൺ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മുളക് പൊടിയുടെയും അതുപോലെ ഈ നാടൻ ഇഞ്ചിയാണ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുത്തൽ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരല്പം ഈ മധുരം ചേർക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സദ്യയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയിലെല്ലാം ശർക്കര ചേർക്കാറുണ്ട്. അതാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കത് ചെറിയ തീയിലിട്ട് വറ്റിച്ചെടുക്കണം. വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് താളിക്കാനായിട്ട് എണ്ണ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത് മാത്രം മതി. ഉള്ളി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, വറുത്താണല്ലോ, മൂത്താണ് വരുന്നത്, അതുകൊണ്ട് അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ഈ കടുക് വറുപ്പ് ഇതിൻ്റെ മുകളിലേക്കിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നല്ല സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോഴത്തന്നെ അത് വിളമ്പുന്ന പരുവം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ തണുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇലയിൽ കോരി വെച്ചാൽ അവിടെ തന്നെ ആയിരിക്കും, ഒലിച്ച് പോകത്തില്ല. ആ ഒരു പരുവത്തിന് ഇഞ്ചിക്കറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇഞ്ചിക്കറി ആവശ്യപ്പെട്ട നമ്മളെ മോൾ ഇവിടെ ഉണ്ട്, പാട്ട് പാടും. ഇലയിട്ടു, ഇലയിൽ ഇത്തിരി ചോറിട്ടു, ഇത്തിരി ഇഞ്ചിക്കറിയിട്ടു, ഇല്ലത്തപ്പൻ സാപ്പിട്ടു. ഇലയിട്ടു, ഇലയിൽ ഇത്തിരി ചോറിട്ടു, ഇത്തിരി ഇഞ്ചിക്കറിയിട്ടു, ഇല്ലത്തപ്പൻ സാപ്പിട്ടു.